നാഹൂം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അര മുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. യഹോവ യാക്കോബിന്റെ മഹിമയെ ഇസ്രയേലിന്റെ മഹിമയെപ്പോലെ യഥാസ്ഥാനത്താക്കും. പിടിച്ചുപറിക്കാർ അവരോട് പിടിച്ചുപറിച്ചു അവരുടെ മുന്തിരിവള്ളികളെ നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. അവന്റെ വീരന്മാരുടെ പരിച ചുവപ്പിച്ചിരിക്കുന്നു. പരാക്രമശാലികൾ ധൂമ്രവസ്ത്രം ധരിച്ചു നിൽക്കുന്നു. അവന്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ ഉരുക്കലകുകളാൽ ജ്വലിക്കുന്നു. കുന്തങ്ങൾ ഓങ്ങിയിരിക്കുന്നു. രഥങ്ങൾ തെരുക്കളിൽ ചടിചട ചാടുന്നു. വീരുകളിൽ അങ്ങും ഇങ്ങും ഓടുന്നു. തീപന്തങ്ങളെപ്പോലെ അവയെ കാണുന്നു. അവ മിന്നൽ പോലെ ഓടുന്നു. അവൻ തന്റെ കുലീനന്മാരെ ഓർക്കുന്നു. അവർ നടക്കയിൽ ഇടറിപ്പോകുന്നു. അവർ അതിന്റെ മതിലിങ്കലേക്ക് ബന്ധപ്പെട്ട് ചെല്ലുന്നു. അവിടെ ആൾമറ കെട്ടിയിരിക്കുന്നു. നദികളുടെ ചീപ്പുകൾ തുറക്കുന്നു. രാജമന്ദിരം അഴിഞ്ഞുപോകുന്നു. അത് നിർണയിച്ചിരിക്കുന്നു. അവൾ അനാവൃതയായി. അവൾ പോകേണ്ടി വരും. അവരുടെ ദാസിമാർ പ്രാവ് കുറുകും പോലെ കുറുകി മാറത്തടിക്കുന്നു. നീനവേ, പുരാതനമേ, ഒരു ജലാശയം പോലെയായിരുന്നു. എന്നാൽ അവർ ഓടിപ്പോകുന്നു. നിൽപ്പീൻ, നിൽപ്പീൻ, ആരും തിരിഞ്ഞു നോക്കുന്നില്ല താനും. വെള്ളി കൊള്ളയിടുവീൻ, പൊന്നു കൊള്ളയിടുവീൻ, വീട്ടുസാമാനത്തിന് കണക്കില്ല. സകലവിധ മനോഹര വസ്തുക്കളായ സമ്പത്തുമുണ്ട്. അവൾ പാഴും വെറുമയും ശൂന്യവുമായിരിക്കുന്നു. ഹൃദയം ഉരുകിപ്പോകുന്നു. മുഴങ്കാൽ ആടുന്നു. എല്ലാ അരകളിലും അതിവേദനയുണ്ട്. എല്ലാവരുടെയും മുഖം വിളറിയിരിക്കുന്നു. ആരും ഭയപ്പെടുത്താത്ത സിംഹവും സിംഹിയും ബാലസിംഹവും സഞ്ചരിച്ചു പോന്ന സിംഹഗുഹയും ബാലസിംഹങ്ങളുടെ മേച്ചിൽപ്പുറവും എവിടെ? സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാകുവോളം കടിച്ചുകീറി വെക്കുകയും സിംഹികൾക്കു വേണ്ടി ഞെക്കിക്കൊല്ലുകയും ഇരകൊണ്ട് തന്റെ ഗഹുരങ്ങളെയും കടിച്ചുകീറിയതിനെയും കൊണ്ട് തന്റെ ഗുഹകളെയും നിറയ്ക്കുകയും ചെയ്തു. ഞാൻ നിന്റെ നേരെ വരും. അതിന്റെ രഥങ്ങളെ ചുട്ടു പുകയാക്കും. നിന്റെ ബാലസിംഹങ്ങൾ വാളിനിരയായിത്തീരും. ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയും. നിന്റെ ദൂതന്മാരുടെ ശബ്ദം ഇനി കേൾക്കുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്.